ഉണ്ടാക്കാൻ പോകുന്നത് ചക്കട ഓർ ഞങ്ങളുടെ അവിടെ കുമ്പളപ്പം എന്ന് പറയും, കുമ്പളപ്പം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തിരിച്ചു വന്ന് ഞാൻ തന്നെ കോഫി ഇടും. ആദ്യം നമുക്കൊരു അണ്ടാവ് വേണം. ഇത്ര പോകുന്ന വലിയൊരു പാത്രം, അതിലോട്ട് നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇടാം. ഇതൊന്നും അളവും കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത്, കാരണം ഞാൻ എൻ്റെ ഒരു ഇൻഡ്യൂഷനിലാണ് ഞാൻ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. അതിൻ്റെ അളവൊന്നും ചോദിച്ചാൽ ഒരാളും വരണ്ട, എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ച് വരില്ല എന്ന് എനിക്കറിയാം. എന്നാലും നമ്മൾ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടി എനിക്ക് ബാക്കിയുള്ള ആൾക്കാർ ചെയ്യുന്ന പോലെ അവിടുന്ന് ഇവിടുന്ന് ഓരോ എഡിറ്റ് ചെയ്തിട്ടും അവിടുന്ന് ഇവിടുന്നൊക്കെ വീഡിയോസ് എടുത്തിട്ട് ചെയ്യണമെന്നുണ്ട്. പക്ഷെ എനിക്ക് മടിയാണ്. എനിക്ക് ഇവിടെ ഇരുന്ന് ഇങ്ങനെ കറങ്ങി സുഖമായിട്ട് കാര്യങ്ങൾ ചെയ്യണം. അതുകൊണ്ട് അതൊന്നും എൻ്റെ അടുത്തൊന്ന് പ്രതീക്ഷിക്കും. അടുത്തതായി നമുക്ക് റവ വേണം. റവ, ബ്രാഹ്മിൻസിൻ്റെ റവ. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല, പക്ഷേ ഓക്കെ. സോ നമുക്ക് റവ ഇടാം. ഓക്കെ, സോ അപ്പം നമുക്ക് ഗോതമ്പ് പൊടിയിലോട്ട് റവ ഇടാം. ഉറുമ്പ് ഒരു തെറ്റക്കാർക്കും പറ്റും. അടുത്തതായി നമുക്ക് വേണ്ടത് അരിപ്പൊടി. അതും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം. ബാക്കിയുള്ളവരുടെ വീട്ടിലൊക്കെ ഈ പൊടികളിലോട്ട് ചേർക്കുന്നത് ചക്ക മിക്സിയിലിട്ട് അടിച്ചിട്ടാണ്. പക്ഷെ നമുക്കതിൻ്റെ ആവശ്യമില്ല. എൻ്റെ മേമ എനിക്ക് ചക്ക വരട്ടി കൊടുത്തയച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അത് ആഡ് ചെയ്ത് നോക്കാം. പറ്റില്ലെങ്കിൽ ഈ പൊടി കുഴച്ചതൊക്കെ വെറുതെ ആവും. പക്ഷെ ട്രസ്റ്റ്. സോ ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം, ചക്ക വരട്ടിയത്. കണ്ടു ആക്ച്വലി എനിക്ക് ഇതിങ്ങനെ വെറുതെ തന്നെ ഇഷ്ടമല്ല, പക്ഷെ ടേസ്റ്റ് ഉണ്ട് എന്നാണ് എൻ്റെ അമ്മ പറയാറ്. എനിക്കിഷ്ടമല്ല. അപ്പം ഞാനിത് ആഡ് ചെയ്യാൻ പോവാം. എൻ്റെ അടുത്ത് ഇത് ആഡ് ചെയ്യുന്ന വീഡിയോസൊന്നും ഇന്ന് പ്രതീക്ഷിക്കണ്ട, കാരണം എനിക്ക് മടിയാ. ഇത്രയും ഞാനിതൊന്ന് എടുത്തു എന്ന് എൻ്റെ അമ്മ അറിഞ്ഞ എന്നെ കൊല്ലും. പക്ഷെ ഈ സാധനം ടേസ്റ്റ് ഉണ്ടായാൽ കുഴപ്പമില്ല. നമുക്കിത് കുഴക്കാം. ഇത് മിക്സ് ആവണില്ല. ആക്ച്വലി ഇത് ശരിക്കും അങ്ങോട്ട് മിക്സ് ആവണില്ല. അപ്പം നമുക്ക് കുറച്ച് ശർക്കര ഉരുക്കിയിട്ട് തേക്കാം. ഇനി പണിയെടുക്കണം. എനിക്ക് ഇവിടെ ഇരുന്ന് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. ഞാൻ അത് ഉരുക്കിയിട്ട് വരാം. സോ എനിക്ക് എൻ്റെ കൈ കാണുമ്പോൾ തോന്നുന്നത് എന്താണെന്നറിയോ, നമ്മൾ ആദ്യം കുറേ കുരുവൊക്കെ ഉള്ളൊരു മുഖം കാണിച്ചിട്ട് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഫേസ് ഇതുപോലെയാണെന്നൊക്കെ കാണിക്കില്ല. അതുപോലെ എൻ്റെ കൈ ഇപ്പം ഇങ്ങനെയാണുള്ളത്. ഞാൻ നല്ലൊരു ഹാൻഡ് വാഷ് യൂസ് ചെയ്ത് എൻ്റെ കൈ കഴുകുമ്പോൾ ഇതിങ്ങനെയാവും. അങ്ങനെ കുറേ നേരത്തെ തപ്പലിന് ശേഷം എനിക്ക് കിട്ടിയത് ചൊറി പിടിച്ചൊരു ശർക്കരയാണ്. ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ പ്രശ്നമില്ല. നമുക്ക് സബ്സിബിയുടെ ശുദ്ധ പാനയുണ്ട്. നമ്മൾ പച്ചവെള്ളം ഒഴിച്ചുണ്ടാക്കും. കമോൺ. ഇങ്ങനെയൊക്കെ വർത്താനം പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവളെന്ത് ഇങ്ങനെ വർത്താനം പറയുന്നത്, ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും ഇവളുടെ മുന്നേ കണ്ടിട്ടില്ലല്ലോ എന്ന്. അത് ആക്ച്വലി നിങ്ങൾക്ക് എന്നെ പേഴ്സണലി അറിയാത്തത് കൊണ്ടാണ്. കാരണം ഞാൻ ഇതിലും എക്സ്ട്രോവേർട്ടാണ്. ഇതിലും ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് ജഡ്ജ് മീ, എന്നെ ജഡ്ജ് ചെയ്തോളൂ. ഐ ഡോണ്ട് കെയർ. നമ്മളങ്ങനെ പച്ചവെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ഞാൻ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ഇടാൻ സാധ്യത കുറവാണ്. എൻ്റെ അമ്മ കിച്ചൺ കാർത്തിക പ്രൂഫ് ആക്കാൻ സാധ്യതയുണ്ട്. സാരമില്ല. നമുക്കിപ്പോൾ ഒരു എന്നുള്ളൊരു പരുവായി കിട്ടിയിട്ടുണ്ട്. ആക്ച്വലി ഈ പരുവം ആണ് വേണ്ടത് എന്നുള്ളത് എനിക്കറിയില്ല. എങ്ങനെ വേണം എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ആ സാധനം ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനത് ഉണ്ടാക്കുന്നു. കണ്ടറിയാം. ജാൻമണി കൗർ.
പ്ലാൻ ക്യാൻസൽഡ്. എനിക്ക് ചാവാൻ വയ്യ. സോ ഫൈനലി നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വാഴയിലായിട്ട് കയറ്റി അത് അടച്ച് പുഴുങ്ങണം. സോ ഞാൻ വാഴല കീറിയിട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ആക്ച്വലി നമുക്ക് ഇത്രയും വേണ്ട, ഇത്ര മതി. ഇത് നമ്മൾ ചുരുട്ടി ഇതിങ്ങനെ ആക്കണം. കപ്പലിൻ്റെ തിന്നില്ല അതുപോലെ ഇതുപോലെ ആക്കണം. ഓക്കെ, നിങ്ങൾ ഇത് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ ഒരു വലിയൊരു ഭാവിയുണ്ട്. വേറെ എന്ത് ചെയ്തില്ലേ നിങ്ങൾക്ക് കപ്പലിൻ്റെ കച്ചവടം ചെയ്ത് ജീവിക്കാം. ഓക്കെ, സോ ഇതിൻ്റെ ട്യൂട്ടോറിയൽ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, തരത്തില്ല. നമുക്ക് സ്ലോലി നിറയ്ക്കാം കേട്ടോ. ഇങ്ങനെ നല്ല മണം. ഇത് ഫുള്ളായിട്ട് നിറഞ്ഞിട്ടുണ്ട്. നമുക്കിതിങ്ങനെ അടയ്ക്കാം. ഓക്കെ, ഈ ഒരു പരുവത്തിൽ അത് കിട്ടും. അതുപോലെ നമുക്ക് കുറേ ഉണ്ടാക്കി വയ്ക്കാം. കഥ പറഞ്ഞിരുന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, സമയം 5:45, 6:15 എൻ്റെ അമ്മ വീട്ടിലെത്തും. അതിന് മുന്നേ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഫുള്ള് ക്ലീൻ ആക്കാണ്ട് കിച്ചൺ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അമ്മ എന്നെ കൊല്ലും. പിന്നെ വീഡിയോ ഇടാനും എഡിറ്റ് ചെയ്യാനൊന്നും ഞാൻ ജീവനോട് ഉണ്ടാവില്ല. സോ ഞാൻ ബാക്കിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വരാം. അപ്പം നമ്മുടെ ചക്കാട ബേബീസ് റെഡിയാണ്. ഇത് നമുക്കിനി പുഴുങ്ങാൻ വെക്കാം. നിങ്ങൾ ഞാൻ എവിടെ ഇരുന്നിട്ട് ഈ കിടന്ന് കറങ്ങണേന്ന് വിചാരിച്ചാൽ, എൻ്റെ അമ്മ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കറങ്ങുന്ന ചെയർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. റിച്ച്. സോ അത് പുഴുങ്ങാൻ വേണ്ടി നമുക്ക് ഓട്ട വേണം. ഓട്ടയുള്ള ഒരു ഇങ്ങനത്തെ ഒരു പാത്രം വേണം. വെള്ളം ഞാൻ അവിടെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ തന്നെയാണ് കറങ്ങണല്ലേ. സോ എൻ്റെ വാചകവടി കാരണം എൻ്റെ സ്റ്റോറേജ് ഫുള്ളായി. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ ആവശ്യമില്ലാത്തതൊക്കെ അപ്പം ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ നമുക്കിത് പുഴുങ്ങാം. സോ ഫൈനലി ഞാൻ ഇരുന്നിടത്ത് നിന്ന് എണീറ്റിട്ടുണ്ട്. ഞാനിവിടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഓരോന്നും അതിലിട്ട് വേവിക്കാം. അത് വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ കണ്ടാൽ മതി. എൻ്റെ മുഖം ഒഴികെ വേറെ ഒരു അധിക പ്രഷറും എനിക്കിഷ്ടമല്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ സാധനം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് കഴിച്ച് നോക്കാം. ചൂടൊക്കെ അറിയിട്ടുണ്ട്. അടിപൊളി. ആക്ച്വലി നല്ല ടേസ്റ്റ് ഉണ്ട്.